ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂം അറ്റാച്ച്ഡായിട്ട് വരുന്ന ബെഡ്റൂമുകളിലേക്കും കാര്യങ്ങളിലേക്കും നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ വലിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫിനോലെക്സിൻ്റെ വയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടി കോപ്പർ കാര്യങ്ങളുള്ള വയറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 PVC ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂമുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് മെയിനായിട്ട് വരുന്ന ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന അത്യാവശ്യം ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ നമ്മളൊരു 3 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത്. തൊട്ട് മുകളിൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു സീലിംഗ് ലൈറ്റ്സിന് വേണ്ടി പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് ഡോറ് തുറന്ന് ഡയറക്റ്റ് വരുന്നത് നമ്മുടെ ഒരു എൻട്രൻസിൻ്റെ സ്വിച്ചിലേക്കാണ് വരുന്നത്. എൻട്രൻസിൻ്റെ സ്വിച്ചിലേക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ 2.5 സർക്യൂട്ട് വരുന്നുണ്ട്. അതിൽ മൊത്തം എല്ലാ സർക്യൂട്ടുകളും അവിടെയാണ് വരുന്നത്. DBയിൽ നിന്ന് ഡയറക്റ്റ് സർക്യൂട്ട് അവിടെയാണ് വരുന്നത്. ആ ചുവപ്പ് വരുന്നുണ്ട്, റെഡ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2.5 റെഡും ബ്ലാക്കുമാണ് മെയിൻ ഫേസ് വരുന്നത്. പിന്നെ എർത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ മഞ്ഞ വരുന്നുണ്ട്. കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇൻവെർട്ടർ മഞ്ഞ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് കയറി പോകുന്ന ഒരു 1.5 സർക്യൂട്ടും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് 2 ആണ്. എൻട്രൻസ് ആയതുകൊണ്ട് ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ആയതുകൊണ്ട് നമ്മൾ 2 സ്വിച്ചിന് വേണ്ടിയിട്ട്, അതായത് ഫാനും ലൈറ്റിനും വേണ്ടിയിട്ട് ബെഡിൽ നിന്നും ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 2 സ്വിച്ചുകളാണ് നമ്മൾ കണ്ടത്. ഇനി വരുന്നത് സീലിംഗ് ലൈറ്റ്സുകളാണ്. സീലിംഗ് ലൈറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു 3 സെപ്പറേറ്റ് ലീഡുകൾ വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ ന്യൂട്രലുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് പോകുന്ന ഒരു പ്ലഗ് സോക്കറ്റിലേക്ക് പോകുന്ന ഒരു സപ്ലൈ വയറും വരുന്നുണ്ട്. അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടും പിന്നെ ഒരു 2 സെക്ഷനുമാണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെ നമ്മൾ ഫുഡ് ലാമ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തൊട്ടുപുറത്ത് മാറിയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ പോയിൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ പോയിൻറ്റ് ഫേസ് ന്യൂട്രൽ എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഫേസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൽ കൊടുക്കാവുന്ന രീതിയിലാണ്. കാരണം അതിന് UPS ആണ് നമ്മുടെ വീടുകളിൽ മൊത്തം UPS ഇൻവെർട്ടറാണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ഇൻവെർട്ടർ സെക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും ആ എക്സ്ട്രാ സെക്ഷനിൽ നമ്മൾ വലിച്ചിട്ടിരിക്കുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് സ്വിച്ചാണ് വരുന്നത്. ബെഡ് സ്വിച്ചിൽ നമ്മൾ നേരത്തെ ആ എൻട്രൻസിൽ വലിച്ച 2 സ്വിച്ചിൻ്റെ 2 വരുന്ന 2 കൺട്രോളിങ് വരുന്ന അവിടെയാണ് നമ്മുടെ ലീഡ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സർക്യൂട്ട് ഇവിടെ തന്നെ ഒന്നുകൂടി വരുന്നുണ്ട്. അതായത് ആ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും ലൂപ്പ് ചെയ്തിട്ട് 1.5 സർക്യൂട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ മാസ്റ്റർ, ഇൻവെർട്ടറും വരുന്നുണ്ട്, എർത്തും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ആ 2 സ്വിച്ചിൻ്റെ 2 2 സ്വിച്ച്, റെഗുലേറ്റർ, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ലാമ്പിൻ്റെ ലൈറ്റോ അല്ലെങ്കിൽ മിറർ ലാമ്പിൻ്റെ ലൈറ്റോ നമ്മൾ കൊടുത്ത് 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 6 അടി കോട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, അതായത് 6 അടി കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലാണ് നിങ്ങൾ കണ്ടത് 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നത്. അടുത്ത സെക്ഷനിലും 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് വെച്ചെടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ AC വരുന്നത്. ACയുടെ ഇന്നും വരുന്നത്, ACയുടെ ഇന്ന് 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. ACയുടെ ഇന്നും ഔട്ടുമാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. മാസ്റ്റർ സ്വിച്ച് 1.5 നമ്മുടെ സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ വലിച്ചിരിക്കുന്നത് നീലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന പ്ലഗ് സ്വിച്ചും അതുപോലെ തന്നെ ഫുഡ് ലാമ്പാണെങ്കിൽ ഫുഡ് ലാമ്പ്, പിന്നെ ഒരു എക്സ്ട്രാ ലൈറ്റ് വരുന്നുണ്ട്. ഇത്രയുമാണ് ബെഡ് സ്വിച്ചിലും വരുന്നത്. ഈ ബെഡ് സ്വിച്ചിൻ്റെ ഹൈറ്റ് ഞാൻ നേരത്തെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 65 സെൻറ്റിമീറ്ററാണ്. ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 65 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ബെഡ് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇടുമ്പോൾ 6 അടി വരുന്ന കുബോട്ട്, 6 അടി വരുന്ന ബെഡ് ഇടാവുന്ന രീതിയിൽ 2 സൈഡിലുമായിട്ട് 2 സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻട്രലായിട്ട് 25 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് നമ്മൾ ബെഡ് സ്വിച്ച് അറേഞ്ച് ചെയ്യുന്നത്. അതായത് 2 സൈഡിൽ നിന്നും സൈഡ് ടേബിൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഏരിയ ബെഡിന് വേണ്ടിയിട്ട് 6 അടി നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂമിൻ്റെ അകത്ത് സീലിംഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീലിങ്ങിൻ്റെ പോയിൻറ്റ് നമ്മൾ എൻട്രൻസിലായിട്ടും ബെഡിലായിട്ടും രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ സീലിംഗ് 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പിനും വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതായത് ആ ബെഡിൻ്റെ പൊസിഷനിലാണ് മുകളിൽ സെപ്പറേറ്റ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഫാനും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആണ് മാറി ചെയ്തിരിക്കുന്നത്. അടുത്തത് ബാത്റൂമാണ്. ബാത്റൂമിൽ വരുന്നത് ഹീറ്റർ, എക്സോസ്റ്റ്, മിറർ ലാമ്പ്, ഇത്രയും പോയിൻറ്റ്സുകളാണ് വരുന്നത്. പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.